എല്ലാവരും ഒന്ന് എഴുന്നേക്കടാ. എടാ എടാ പാലിനി ഇറങ്ങും സ്ഥലമെത്തി. ഏത് സ്ഥലം? പോലീസ് സ്റ്റേഷൻ. എന്താണോ ഇത്ര ലേറ്റ്? ഞാൻ ഏർലി മോർണിംഗിനെ പ്രതീക്ഷിച്ചു. എത്താവായിരുന്നു റൗവി. എല്ലാവരും മാറി മാറി ഓടിക്കാന്ന് പറഞ്ഞാ വണ്ടി കയറിയത്. അപ്പ തുടങ്ങി ഉറക്കവാ. ഇപ്പഴാ ഓരോരുത്തന്മാർ എഴുന്നേറ്റ് വരുന്നേ. പരിചയപ്പെട്ടോളൂ, ഇതാണ് റോയ്. വലിയ എസ്റ്റേറ്റ് മുതലാളി, പണക്കാരൻ, കൺട്രോൾ ചെയ്യാൻ തന്തയും തള്ളയുമില്ല, 6 പെങ്ങന്മാർ കൂടെ ഒറ്റയാങ്ങള, അവിവാഹിതൻ. കുട്ടപ്പായി പറഞ്ഞില്ലേ, അവിവാഹിതൻ. അത് ഉഷ എന്റെ ഫ്രണ്ടാ, എന്റെ മാത്രം ഫ്രണ്ട്. പേര് ചോദിക്കാൻ വിട്ടുപോയല്ലോ. ഐ എം രാജു. പാലുണ്ണി. ഐ എം അനിൽ. ഹലോ അലക്സ്. വരൂ. ഉഷേ, ശങ്കരോട് പെട്ടിയെടുത്ത് താത്തു വയ്ക്കാൻ പറയൂ. ശങ്കരാ, നിങ്ങൾ മുകളിലോട്ട് ചെല്ല്. ചെല്ല്. നാട്ടിൽ എന്താ ഉണ്ടായത് കുട്ടപ്പായി? ഒന്നും പറയണ്ട. ഒരു വള്ളംകളി, അടിപിടിയും കശപിശയും. ഒരുത്തൻ ചാകാറായി ആശുപത്രി കിടക്കുക. നമ്മുടെ പണിക്കരുടെ ആളാ. പണിക്കരുമായിട്ട് ശരിക്കങ്ങ് തെറ്റിയെന്ന് പറഞ്ഞാ മതിയല്ലോ. അത് ഞാൻ സ്ട്രോങ് ആയതുകൊണ്ട് 1 മാസത്തേക്കൊന്ന് മുങ്ങിക്കൂടാൻ DSP പറഞ്ഞു. മോളിക്കുട്ടിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങോട്ടാ പോന്നിരിക്കുന്നെന്ന്. അറിഞ്ഞാ പിന്നെ ടെലഗ്രാമും ഫോൺ കോളായിട്ടും എനിക്ക് ഇവിടെ ഇരിക്കപ്പുറത്ത് കയറിയല്ല. യവന്മാരാരടാ ഈ ചിന്ന കമ്പനീസ്? നമ്മുടെ പാർട്ടീസാ, നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസാ. ഇവന്മാരാണ് ശരിക്കും കുഴപ്പം ഉണ്ടാക്കിയത്. അങ്ങനെ പറയണ്ട സാറന്മാരെ. നിങ്ങൾ റോയ് മുതലാളിയുടെ വീട്ടിൽ വന്നതാണല്ലേ? അപ്പൻ അമ്മയല്ല സ്വന്തക്കാര്. സ്വന്തക്കാരും? അതെങ്ങനെ? റോയ് മുതലാളിയുടെ വാടകയ്ക്കിട്ടിൽ താനേ എങ്ക മുതലാളി ഓഫീസ് വെച്ച് നടന്നത്. എങ്കട ഓഫീസിലെ കൊണ്ട് വരണ സാറന്മാര് എല്ലാം എനിക്ക് തെരിയും. ഉങ്കട സ്റ്റൈലെല്ലാം നോക്കിയാ നിങ്ങൾ അവിടെ താനെ വരൂന്ന്. എന്താ ഓഫീസാ? എക്സ്പോർട്ട് ഓഫീസ്. പുതു സ്റ്റാഫ്സ് വരുമ്പോത് റോയ് മുതലാളി എങ്ക മുതലാളി ചേർന്നതാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ആനാ ഒന്ന് റോയ് മുതലാളി ഓഫീസ് വരമാട്ട്. അങ്ങേർക്ക് എക്സ്പോർട്ട് തേവയുള്ളപ്പം ഇവിടുന്ന് സ്റ്റാഫിനെ ബംഗ്ലാവിലേക്ക് അയച്ച് ഡെലിവറി എടുക്കും. ഇതാ എങ്ങളുടെ ഓഫീസ്. ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ. അതല്ല എങ്ങളുടെ സ്റ്റാഫാ. ഒന്ന് കേറിട്ട് പോണോ? അളിയ ഇത് മറ്റേ കേസാ. മുത്തുവണ്ണ അളിയ സ്ഥലം മറ്റേതാ. ഈ മുത്തോണ്ണ നല്ല സ്നേഹമുള്ളവനല്ലയോ? പാവം. കിടക്കും. ആനാ ഇത് വന്ന് ഓൾഡ് സ്റ്റോക്ക്. 3-4 പുതിയ സ്റ്റാഫ്സ് വന്നിട്ടുണ്ട്. അവങ്ക സൺഡേ കഴിഞ്ഞ വരൂ. നീங்க കൊഞ്ചം കൂടി ഇരുട്ട് കൂടിയിട്ട് വാങ്ങ സാറന്മാരെ. അയ്യോ മുത്തുവാ, നമുക്കൊന്ന് കൂടാ. അല്ലൊരു കാര്യം, നിങ്ങൾ നടന്നു. ഞാൻ ചില ടേംസ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതല്ല ഞാൻ അല്ല, ഇത് വേറൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാ. ഹലോ, ആരാ? ബാങ്ക് മാനേജരോ? ബാങ്ക് മാനേജരാ. പ്ലീസ് ഹോൾഡ് ഓൺ. ഞാൻ അകത്ത് പോണം അല്ലേ? പോണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ റോയിയാണ്. സാർ 2 ദിവസത്തേക്ക് കൂടി ക്ഷമിക്കണം. എന്റെ ഫൈനാൻഷ്യർ ഇന്ന് രാത്രി ഇവിടെ എത്തും. എല്ലാം എനിക്കറിയാം സാർ. ഏറിയാൽ ചൊവ്വാഴ്ച. ഇനി ഞാൻ അവധി പറയില്ല. ശരി സാർ. കൊള്ളാവിടാ മക്കളെ, കൊള്ളാം. തന്തയുള്ള കാലത്ത് ഒളിച്ചും പതുങ്ങിയുമാണെങ്കിൽ ഒരു തടം വെള്ളമെങ്കിലും ഒഴിക്കുമായിരുന്നു. ഇപ്പൊ അതുമില്ല. അല്ല, നീ രാവിലെ എങ്ങോട്ടാ കാൽസ്രായൊക്കെ ഇട്ട്? ഞങ്ങൾ അതിഥികൾ വന്നിരിക്കുന്ന കണ്ടില്ലേ? ഞങ്ങളൊന്ന് എന്റർടൈൻ ചെയ്യേ. വല്ല സൈറ്റ് സീയിങ്ങിനോ ഹണ്ടിങ്ങിനോ ഒക്കെ കൊണ്ടുപോകാനുള്ളതിന്. 1-2 ദിവസത്തേക്ക് ഞാൻ ഇത്തിരി ബിസിയാണ്. നിനക്കൊന്നും തോന്നരുത്. ഓഫീസിലെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. പോടാ, പുഞ്ചപ്പാടോ എസ്റ്റേറ്റോ ഒക്കെ ഉള്ള തന്തയുടെ മോൻ തന്നെയാടാ ഞാനും. ഒരാഴ്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കാൻ പറ്റാത്ത പടം രണ്ടെടുത്തൂല. നീ വാ. മക്കളെ റെഡിയായില്ലോ? എടാ ഇത് വാടാവേ. ഞങ്ങൾ എപ്പോഴേ റെഡി. അച്ചായോ, നമുക്കിന്ന് ലേക്കിലേക്ക്. ലേക്കിലെങ്കിൽ ലേക്ക് വാ. പ്ലീസ് കുട്ടപ്പായി, ഇന്നത്തേക്ക് എന്നെ ഒന്ന് ഒഴിവാക്കണം. അച്ചായോ,
റോയ് ചാൻ ഇന്നത്തേക്ക് ഒഴിവാക്കാം. നീ ഒന്ന് വള, ഇവനെ അല്ല ഇവന്റെ തന്തയെ ഞാൻ കൊണ്ടുപോകും. കൊണ്ടുപോകും. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. അല്ലേ ആറ് പെങ്ങന്മാരെ അപ്പൻ നല്ല നിലയിൽ കെട്ടിച്ചു വിട്ടു. പിന്നെ അപ്പന്റെ കുതിരപ്പന്തയം, ഇടക്കാലത്തുണ്ടായ രാഷ്ട്രീയം, നാട് നീളെയുള്ള പെണ്ണുങ്ങൾ. പലയിടത്തും എനിക്ക് ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഞാനതൊന്നും അന്വേഷിച്ചിട്ടില്ല. അവർക്കൊക്കെ അപ്പൻ കൈയയച്ച് പണം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം മരിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് കടം കയറിയ എസ്റ്റേറ്റും ആ ബംഗ്ലാവും. പെങ്ങന്മാർക്ക് ഇന്നും ആവശ്യങ്ങളാ. എന്റെ അവസ്ഥ അവരറിയിക്കാനൊക്കുകയില്ല. അവരോരോന്ന് പറയുമ്പോ പിന്നെയും ഞാൻ കടം വാങ്ങിക്കും. അയാൾ കൂടി ഉടക്കി പിരിഞ്ഞാൽ കേട്ടിട്ട് തമാശ തോന്നുന്നു. ആ തമിഴൻ ദേവരെ ഇത്രയ്ക്ക് പൂതി ഇളകി കളഞ്ഞ പെണ്ണ് അവൾ ആരാ? അശ്വതി. 55 വയസ്സ് കഴിഞ്ഞ തേവർക്ക് ആ കൊച്ചു പെണ്ണിനെ കീപ്പായിട്ട് വെക്കണം. അത് ഇടപാടാക്കി കൊടുത്താൽ എന്റെ കടം കുറച്ചു നാളത്തേക്ക് കൂടി നിർത്തിത്തരും. അപ്പൊ ഞാൻ ആരാടാ? ദിവംഗതനായ ഇരിപ്പുങ്കൽ വർക്കിയുടെ മോനാരാ? ബ്രോക്കർ റോയ്. അതും ഒരു അൺസക്സസ്ഫുൾ ബ്രോക്കർ. அந்த பொண்ணை செட்டப் பண்றேன் 4 தடவை சொன்னேன். செஞ்சியா? മുതലാളി 2 ദിവസത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കണം. ഇനി അത് നടന്നില്ലെങ്കിൽ കുറച്ച് പണമെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. குறைச்ச பணமா? ஏண்டா விளையாடுறியா? கொஞ்சம் பணமா எனக்கு நீ கொடுக்கணும். எவ்வளவு பணம் கொடுக்கற தெரியுமா? മുതലാളി പതുക്കെ. നാട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റുകളുണ്ട്. എന്നെ അവമാനിക്കരുത്. இந்த பதுக்குகளுக்கெல்லாம் பேச எனக்கு தெரியாது. நான் சத்தம் போட்டு தான் பேசுவேன். நீ 1 நம்பர் ஃப்ராடுன்னு எல்லாருக்கும் தெரியட்டும். யோ ஐயர, பெட்டி தெரையா தெரையா சீக்கிரம். பாத்தியாடா, நீ உங்க அப்பனுமா எனக்கு எழுதி கொடுத்த கடன் பத்திரம் உங்க எஸ்டேட் பூரா திருப்பி கொடுத்தாலும் என் கடனை அடைக்க முடியாதுடா. உங்க கடனை எப்படி வசூல் பண்றதுன்னு எனக்கு தெரியும். உங்க அக்கா தங்கச்சிங்களுக்கு சீதனமா எழுதி கொடுத்தீங்களே சொத்து, அதையும் சேர்த்து அமைக்கிருவேன். திருட்டு ராஸ்கல். எடியா புட்டியா മുതലാളി പ്ലീസ്. டேய், உனக்கு கொஞ்சம் டைம் கொடுக்கறேன். அது கூட உனக்காக இல்ல, உங்க அப்பனுக்காக. இன்னைய ராத்திரியும் நாளைய பகலும் அதுக்குள்ள. டேய், ஊர்ல வேற பொண்ணே கிடைக்கலன்னு இல்லடா, தேவர் ஒரு பொண்ணை நினைச்சிட்டா அதை முடிச்சிடணும். அது என் பழக்கம், என் பரம்பரை பழக்கம். வர பாப்பா, நல்லா இருக்கிறியாம்மா? ஐயே, ചായോ, ഈ പാവി എല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലായി. നമുക്കിവിടെ നിക്കക്കളി ഇല്ലെന്നാ തോന്നുന്നു. റോയിയെ സഹായിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാ. ഒന്നുമില്ലല്ലോ, അഭയം തന്നോനല്ലേ. എങ്ങനെ? പറയാം. അല്ലേ, ഇതാരൊക്കെയാ? വാങ്ങ സാർ, വാങ്ങൂ. അല്ല, പരിചയപ്പെടലൊക്കെ കഴിഞ്ഞോ? ഒരു സ്ഥലത്ത് വരുമ്പോ അവിടുത്തെ ദിവ്യന്മാരുമായിട്ടൊക്കെ ഒരു വാങ്ങ സാർ, വാങ്ങൂ. ഓരോരുത്തർക്ക് വേണ്ടവരൊക്കെ സെലക്ട് ചെയ്തോ. നില്ലേ, എനിക്ക് വേണ്ട വിളക്കേര് നിങ്ങൾ സെലക്ട് ചെയ്തരുതല്ലോ. ആരാടി അമ്മിണി? ഇടി, അമ്മിണി ആരാണെന്ന് ഞാൻ കൂപ്പിട്ട് പറഞ്ഞു. അതപ്പോ നിങ്ങൾ തുടങ്ങും. അക്കാ, അവിടെ വിളിക്കുന്നു. ആര്? റോയ് സാറിന്റെ ഫ്രണ്ടാ, പുറത്തുനിന്ന് വന്നതാ. ആരായാലും എനിക്ക് വയ്യെന്ന് പറ. വയ്യെന്നോ? ആരാണ് അവള്? വേശ്യാലയത്തിലെ ശീലാവതിയോ അതോ സദാചാരത്തിന്റെ കാവൽ മാലാക്കയോ? വിളിയാളെ. അത് വന്ന് അമ്മണി ആര് പറഞ്ഞു? അടിക്കല്ലേ വരുന്നേ. മോളെ വിളിക്കണം.
ആരാടാ ഇയാള്? മുതലാളി, ആരാ മുതലാളി? എങ്ക മുതലാളി. ഓ, താനാണല്ലേ മത്തായി. എവിടോ അമ്മണി? വിളിയണം. എനിക്ക് അവളെ വേണം, അവളെ മോളെ വേണം. വിളിയണം. ഒന്ന് അടങ്ങ്, നമുക്കൊക്കെ വഴിയുണ്ടാക്കാം. എവിടെയാണ് അവള്? അന്ത റൂമിലുണ്ട് സാർ. എവിടെ അവള്? ബഹളം കെട്ടി ഇറങ്ങി ഓടിക്കാണ്. അവര് തമ്മിൽ കണ്ടോ? ഇല്ല. രക്ഷപ്പെട്ടു. എവിടാ അമ്മണി മോളും? അവൾ ഈ ബഹളം കേട്ടതിൽ പോയെന്ന് തോന്നുന്നു. നീ ആ റോയിയെ പറ്റിച്ച പോലെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. ബഹളം വെക്കാൻ സാറേ, ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? പിന്നെ പബ്ലിക് പ്ലേസ്. സാറ് വാ, എടാ, നീ നമുക്ക് വലിയ പറയാം. വാചകമൊന്നും അടിക്കാൻ വാ, ഞാനല്ലേ കള്ളനാണ്. പറഞ്ഞത്. കയ്യെന്ന് വിട. എടാ ഇവിടെ വിടണം. നമ്മളിവിടെ വന്ന് ന്യായമായ ഒരു കാര്യത്തിനാ. അവൾ എന്തിനാ ഇറങ്ങി ഓടണം? അവളാരാ? ശീലാവതിയോ? അത് അവിടെ ചേച്ചിയോ? അതൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ പോലെ തന്നെയല്ലേ അവള്. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. നീ വിടറാ. നമ്മൾ വന്ന കാര്യം സഹിക്കാതെ പോകുന്ന പ്രശ്നം ശരിയാവുന്നില്ലേ പറയുന്നത്? എടാ മത്തായി, ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് അവളെയും മോളെയും റോയിയുടെ ബംഗ്ലാവിൽ എത്തിച്ചില്ലേ കുട്ടപ്പായുടെ സ്വഭാവം നീ മനസ്സിലാക്കും. അച്ഛൻ വണ്ടിലോട്ട് കയറിയട്ടെ. കേറേ. ഹ.